നമ്മളിപ്പോൾ കുടുംബത്തിൽ അവൻ്റെ നോട്ടപ്പോൾ വെള്ളമല്ലോ നമുക്ക് വന്നുകൊണ്ടത്. നമുക്കത് നീതി കിട്ടി തന്നെ ആകണം. എൻ്റെ മകൾക്ക് കൈ ഇനി വെക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടി തന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അതൊന്ന് നിയമപരമായിട്ട് പോകും. ഞങ്ങളതിപ്പോൾ അവർ എങ്ങനെ നുണ പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലൊരു തെളിവുണ്ട്. ആ അതിൽ കൂടെ തന്നെ ഞങ്ങൾ പോകും. പാലക്കാട് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് അവർക്ക് വീഴ്ച പറ്റിയില്ലെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്ന് ആരോഗ്യവകുപ്പ് നടപടി എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ നടപടി കൂടി തന്നെയാണ് പോണത്. അവരൊക്കെ കള്ളം പറയുന്നതാണോ പറയുന്നത്? അവർ കള്ളം പറയാണ്. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പോയതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ നടപടി രണ്ടുപേരിൽ മാത്രം മതിയോ? ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്നല്ലേ പോണു. അപ്പം നമ്മൾ എത്ര പേര് നോക്കി അവിടെ 3-4 പേര് ഇപ്പോൾ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് അയക്കുമ്പോൾ ഒരു 4 പേര് 5 പേര് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആരാ ചെയ്തതോ അത് രാത്രിയൊന്നും നമുക്ക് കണ്ടില്ല. പിന്നെ നമ്മളെ പോകാനോ അയക്കില്ല. അവർ കാണാനോ പോകാനോ ഡോക്ടർമാരെ കാണാനോ പോകാനോ അയക്കില്ല. ഒരാൾ കയറിയാൽ മതി, ആ കുട്ടീൻ്റെ കൂടെ ഒരാൾ കയറിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യും. നമ്മൾ വിവരത്തോടെ പറയാൻ പറഞ്ഞിട്ട് നമ്മൾ പോകണം. പക്ഷെ അവർ നമ്മളെ മാറ്റി നിർത്തുകയാണ്. അപ്പം നമുക്കത് നീതി കൂടെ തന്നെയാണ് പോകണം. അതിലൊരു സംശയമില്ല. നമുക്ക് ഇനി ഒരു കുട്ടിൻ്റെ കൈ വെച്ച് പിടിപ്പിക്കാനോ അയാൾക്ക് തരാനോ അത് കഴിയുമോ? അയാൾക്ക് കഴിയുമോ? അപ്പം അതുകൊണ്ട് നമുക്ക് നീതി കൂടെ തന്നെയാണ് പോകണം. ഞങ്ങൾ അതിലൊരു സംശയമില്ല. ഞങ്ങൾ കുട്ടി കരയുന്നത് കണ്ടാൽ നിങ്ങൾ കണ്ണിൽ കൂടെ ചോര വരും. വേദന കൊണ്ട് പൊളയാണ് അവിടെ ഉള്ളിൽ. അറിയോ? കഴിയില്ലല്ലോ അമ്മ, കഴിയില്ലല്ലോ, ഞാൻ എങ്ങനെ നടക്കും, ഇരിക്കും, കഴിക്കും എന്നൊക്കെയാണ് അവൾ പറയണത്. ഇപ്പോൾ കിടന്ന കൈ കൊണ്ട് സൂചി കുത്തി കൈ കൊണ്ടാണ് അവൾ ആഹാരം തന്നെ കഴിക്കുന്നത്. അപ്പം നമുക്ക് നീതി കൂടെ തന്നെ പോകണം. അവർ നോക്കാത്തത് കൊണ്ടാണ് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൈ മുറിച്ച് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് കേസിൽ കൂടെ തന്നെ പോകും. കേസ് തന്നെ ആകണം. ഈ രണ്ടുപേരും സസ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? അത് മതിയോ? എന്താണ് നിങ്ങൾ? നീതി കിട്ടണം. കിട്ടി തന്നെ കിട്ടി. ഇപ്പൊ കിട്ടി. അതിൽ കൂടെ തന്നെ പോകും. ആശ്വാസമുണ്ട്. ഇപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് ആശ്വാസം വരുന്നു പോലെ തോന്നുന്നുണ്ട്. അത് കിട്ടിയിരിക്കണം. നടപടികൾ വേണമെന്നാണോ? കൂടുതൽ 4-5 ഡോക്ടർമാരൊക്കെ നോക്കിന്ന് പറഞ്ഞല്ലോ. അത് അവരിപ്പോ നമ്മ അഴിച്ചു കെട്ടിയിട്ട് നോക്കുകയായിരുന്നു. അഴിച്ചിട്ട് അവരഴിച്ചതാണ്. ഞങ്ങൾ പോയപ്പോൾ അവരഴിച്ചിട്ട് ഇത് ഇവിടെ പറ്റില്ല, നിങ്ങൾ വേറെ കോഴിക്കോട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. കൂടുതൽ ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലേ ഇതില്ലേ? 2 പേർക്ക് മാത്രമല്ലല്ലോ അല്ലേ? അവര് 3-4 പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇതില് പ്രവർത്തിച്ചോന്നാ നമുക്കറിയില്ല. അവരുണ്ടായിരുന്നു അവിടെ. അപ്പോഴാണ് അവർ കോഴിക്കോട് എത്തിക്കാൻ നോക്കിയത്. അവര് 2 ആളായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആരോഗ്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. അവള് ഒന്നും കഴിക്കുന്നില്ല. എൻ്റെ കൈ വേദനിക്കണമ്മ, എനിക്ക് ഒന്നും സാധിക്കണില്ലമ്മ, അതൊക്കെയാണ് അവൾ പറയുന്നത്. കൈ എന്തായാലും വെച്ച് പിടിപ്പിക്കാനൊന്നും കഴിയില്ല നമുക്ക്. കൈ പോയത് തന്നെയാണ്. അപ്പം നമുക്കതിൽ പരമാവധിയും നമുക്കത് വീഴ്ച വരാനേ പാടില്ല. നമ്മൾ തെളിവിൽ കൂടെ തന്നെ പോകും. പരാതിയൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്ടർമാർ ഇത് അന്വേഷിച്ചിരുന്നല്ലോ, സംഭവം എന്താ ഉണ്ടായെന്നൊക്കെ. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർമാർക്കൊന്നും വീഴ്ചയൊന്നും പറ്റിയില്ല, തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ എന്താ തോന്നിയിരുന്നത്? അതെന്താ അവർ നുണ പറഞ്ഞത്? നമ്മളെ കൊണ്ട് നുണ പറഞ്ഞത്. നമ്മൾ പോയല്ലോ, പിന്നെ അവരെന്താ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ പോയ തെളിവുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. വന്നവരിനോടൊക്കെ ഇതേപോലെ തെളിവുണ്ട്, ഞങ്ങൾ അത് കാണിക്കും, അങ്ങനെ തന്നെ പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നവിടെ തൊട്ട് കുറേയൊക്കെ വെളിയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വെളിയിലൊന്നും തരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നന്നായി നോക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് കുട്ടി വേദനയ്ക്കുള്ള മരുന്നൊക്കെ അവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഇവരായതുകൊണ്ട് നമുക്ക് ഒരു പറഞ്ഞല്ലോ അത് നിങ്ങൾ ചെയ്യണം, ഇത് കുട്ടിൻ്റെ കൈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ മുറിച്ചു മാറ്റുക പറയുമ്പോൾ അതെന്താ അവരിൻ്റെ പിഴവല്ലാതെ പിന്നെ എന്താ നമ്മ പറയുക എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇപ്പം കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, അന്നും കിട്ടി. വന്നവിടെ തൊട്ട് അവൾക്ക് ചികിത്സയുണ്ട്. ഡോക്ടർമാർ നന്നായി അവളിനെ നോക്കുന്നുണ്ട്.